ഈ ലിറ്ററേച്ചറിൽ എപ്പോഴാ താല്പര്യം തുടങ്ങി? ലിറ്ററേച്ചറിൽ താല്പര്യം അങ്ങനൊന്നുമില്ല, കുറച്ചൊക്കെ ഇങ്ങനെ കുറിക്കും, അത്ര തന്നെ. പണ്ട് നമ്മുടെ ലച്ചു ചേച്ചിക്കുണ്ടായിരുന്ന ഒരു അസുഖം എന്ന് വേണമെങ്കിലും പറയാം. എൻ്റെ ജീവിതം അത് വേറൊരു കാഴ്ചപ്പാടാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും പറയും വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിന് വളർന്നുകൊണ്ടിരിക്കുന്ന ചിന്താഗതി, അതിനൊത്ത് നമ്മളും വളരണം. പക്ഷെ എനിക്ക് വളരണം, എനിക്ക് ചെറുതാവണം. ഭൂമിയിൽ ഏറ്റവും ചെറുതാണ്. കേശു എന്താ പറയണെന്ന് മനസ്സിലാവണല്ലോ, പക്ഷെ കേൾക്കാൻ രസമുണ്ട്. താനല്ലെന്ന് പറഞ്ഞാലേ ഓടമുണ്ടോ? എന്നാ പിന്നെ അലീനെ ഓടിക്കൂ, ഞാൻ ഓടണം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. നീ എപ്പോ ബാംഗ്ലൂരിൽ കുറ്റി പറിച്ചെത്തി? നീ ഇവിടെ എന്താ ചെയ്യണേ? മിണ്ടരുത്, നീ മിണ്ടരുത്. ബാംഗ്ലൂരിൽ നിന്ന് കാണിച്ചൊന്നും പോരാട്ടാ നിങ്ങളുടെ കെട്ടിയെടുത്ത്. നീ ഇവിടെ എന്താ കാണിക്കണേ ഞാൻ എല്ലാം അറിയണ്ട്. നിങ്ങളൊക്കെ എന്തിനാണ് ശരിക്കും കാണിക്കണേ? കേശു, നീ മിണ്ടരുത്, നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ജോയിച്ചേട്ടൻ്റെ കൂടെ നീ ഇറങ്ങിയപ്പോഴേ ഞാൻ അറിഞ്ഞായിരുന്നു. ഇന്ന് ജോയിച്ചേട്ടനെ വിളിച്ചപ്പോ പറഞ്ഞു നീ എങ്ങടോ പോയിന്ന്. അവിടെ മുങ്ങി എവിടെ പൊങ്ങുന്ന എനിക്ക് അറിയായിരുന്നു, അതാ ഇങ്ങോട്ട് തന്നെ വന്നേ. നീ ഏതോ ജോയിച്ചേട്ടൻ്റെ കൂടെ വന്നല്ലേ പറഞ്ഞേ? നിന്റെ വീട്ടിൽ ഞാൻ പോയി. നിന്റെ വീട്ടിൽ പോയി നീ എവിടെ ചോദിച്ചപ്പോ അവരെല്ലാരും ഉരുണ്ട് കളിച്ചു. ഇവളിവിടെ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ പറയാ എനിക്കറിയില്ല, അതാ ഇതാന്ന്. എല്ലാരും കണക്ക് തന്നെയാ. നീ എന്താ അങ്ങനെ വിട്ടോ 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 വിട്ടോന്നാ ഈ 6 മണി ഏരിയ വിളിച്ച് ഞങ്ങൾ മേടിച്ചിട്ടിരിക്കണോ? അപ്പൻ വിളിച്ച്. എന്റെ സ്വഭാവം മാറിയാലുണ്ടല്ലോ എന്റെയും സ്വഭാവം മാറും. അലീന, നിനക്ക് എന്നെ അറിഞ്ഞൂടാ. എനിക്ക് നല്ലതായിട്ട് അറിയാം നീ എങ്ങനെയാന്ന്. ദൈവമേ, ഏത് നേരത്താണോ ഇതിനെ വീട്ടിൽ കൊണ്ടുവരാൻ തോന്നിയത്? അത് കേശുവിന്റെ നല്ല സമയത്താ. നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടില്ല അവൻ. എന്താ? അല്ല, കേശു ഇപ്പൊ എന്റെ ഒപ്പം അല്ലേ? നീ അവന്റെ ജീവിതം വന്ന ഒരു ബാഡ് ഡ്രീം. കേശു, നീ അവള് പറയുന്നേട്ടാ. അപ്പൊ ഇതിനാണല്ലോ നീ എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയത്. ഇപ്പഴാ എനിക്കെല്ലാം മനസ്സിലായത്. അപ്പൊ കാര്യങ്ങളെല്ലാം അറിയാല്ലേ? എന്റെ പൊന്നലീന, നീ ചുമ്മാ കാര്യങ്ങൾ കുഴപ്പിക്കല്ലേ. കേശു, അത് ദൈവം നമ്മളെ ഒരുമിപ്പിച്ചെന്ന് പറഞ്ഞാ മതി. നീ അവിടെ നിന്ന് എനിക്ക് വേണ്ടി പാട്ട് പാടിയില്ലേ? ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ സ്നേഹമുണ്ട്. കേശു, ഇതൊക്കെ വിട്, ഇതൊക്കെ വേസ്റ്റാ. വാ എന്റെ ഒപ്പം വാ. ഇങ്ങോട്ടാ, ഇങ്ങോട്ട് വാ. അല്ല, ഇങ്ങോട്ട്. കേശു, നിങ്ങളൊക്കെ ഒരു കൾച്ചറുള്ള ഫാമിലിയിലല്ലേ? കൾച്ചറുള്ള ഫാമിലിയിലെ ഇവളുടെ കഥയൊന്നും അറിയാൻ പാടില്ല. എന്റെ കഥ അല്ല, നിന്റെ ഡാഡിന്റെ കഥ കേട്ടാ മതി. വീണ്ടും എന്റെ അപ്പൻ പറഞ്ഞു. ചേച്ചി, എന്റെ പൊന്നും പറഞ്ഞത് എന്തോന്ന് ഇത്? നിന്നെ ഞാൻ പ്രതീക്ഷതാട്ടാ. എന്നെ അടങ്ങി നിക്ക് പോടാ. നിന്നെ ആർക്ക് വേണം? എനിക്ക് വേണം. നടന്നു തന്നെ പിള്ളേരെ എല്ലാത്തിനും കൂടെ ഞാൻ തറയിലടിക്കും കേട്ടോ. കേശു, സത്യം പറ, നിനക്ക് എന്നോടല്ലേ കൂടുതൽ ഇഷ്ടം? കേശു, എന്നോടല്ലേ ഇഷ്ടം? എന്നോടല്ലേ ഇഷ്ടം? എന്നോട് പറയാ. കേശു എന്നോട്. ഇതാണ് പറയുന്നത് ചെറുത്താന്റെയും കടലിന്റെയും നടുക്കുന്നത്. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.